ഹായ് ഫ്രണ്ട്സ്, നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നതെന്നാണ്. ഇത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് 3 സ്റ്റേജായിട്ടാണ്. അതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് പരിചയപ്പെടാം. നമുക്കറിയാലോ, ഇതിൽ മൊത്തം കൂടെ 1, 2, 3, 4, 5, 6 സൈഡും 6 കളറുമാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യുക. എക്സാമ്പിളായിട്ട് ഞാനിന്നിവിടെ സെലക്ട് ചെയ്യുന്നത് ഓറഞ്ച്. നമുക്ക് ഓറഞ്ച് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓറഞ്ച് കളർ ഇങ്ങനെ ക്രോസ് ആയിട്ട് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പ്ലസ് ആയിട്ട് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിനാദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഓൾറെഡി ഒരു ഓറഞ്ച് ഇരിപ്പുണ്ട്. എക്സാമ്പിൾ ഓറഞ്ച് ഇരിപ്പുണ്ട്. ഈ ഓറഞ്ചിൻ്റെ ഇപ്പുറത്തെ സൈഡ് അതേത് കളറ്? അത് വൈറ്റാണ്. അപ്പം ഈ വൈറ്റ് നമ്മൾ വൈറ്റ് കളറിൽ കൊണ്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തത് നമ്മൾ ഒരു ഓറഞ്ച് സെലക്ട് ചെയ്യും. ഇവിടെ ഒരു ഓറഞ്ച് ഉണ്ട്. ഈ ഓറഞ്ച് കളറ് ഇവിടെ യെല്ലോയാണ്. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യെല്ലോ ഉള്ള പോർഷൻ യെല്ലോയിലേക്ക് തന്നെ കൊണ്ടുവരിക. എന്നിട്ട് തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് ഓറഞ്ചിൽ കൊണ്ടുവരിക. അപ്പോൾ ഇത് ഇങ്ങനൊരു ലൈൻ കിട്ടും. എന്നിട്ട് പിന്നെ നമുക്ക് ഇവിടെ വെക്കാനായിട്ട് 2 ഓറഞ്ചാണ് വേണ്ടത്. ഈ സൈഡിൽ ബ്ലൂ ആൻഡ് ഈ സൈഡിൽ ഗ്രീൻ. അപ്പം ഗ്രീൻ ഓറഞ്ച് കോമ്പിനേഷൻ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കത് ഈ ഗ്രീൻ ഓറഞ്ച് ഇപ്പറയിൽ കൊണ്ടുവരാനായിട്ട് നേരെ താഴേക്ക് റൊട്ടേറ്റ് ചെയ്യുക. പ്ലസ് തിരിച്ച് കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ തിരിക്കുമ്പോൾ ഈ ഓറഞ്ച് താഴോട്ട് വരും. അത് നമ്മൾ നോക്കണ്ട, ജസ്റ്റ് ഇവിടെ കൊണ്ടുവരിക. എന്നിട്ട് നേരെ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഗ്രീൻ ഇവിടെയായി. പിന്നെ നമ്മൾ പ്രീവിയസ് ആയിട്ട് ഇങ്ങോട്ട് ഒന്നുകൂടി തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ വേണ്ടത് ബ്ലൂ ആൻഡ് ഓറഞ്ച്. ബ്ലൂ ആൻഡ് ഓറഞ്ച് അതിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ അത് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നേരെ ബോട്ടത്തിൽ കൊണ്ടുവരിക. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ടെസ്റ്റ് ചെയ്യുക. കണ്ടോ, സൈഡിലേക്ക് ടെസ്റ്റ് ചെയ്തു. നേരെ ഈ ബ്ലൂ നേരെ ഈ ബ്ലൂവിനെ നേരെ കൊണ്ടുവരിക. ഓക്കെ, അപ്പം ഇത് കറക്റ്റായി. ഓറഞ്ച് നമുക്ക് നേരെ ഇങ്ങോട്ടാണ് വരേണ്ടത്. അപ്പം ജസ്റ്റ് നേരെ ഇങ്ങോട്ട് തിരിക്കുക. ഓക്കെ, ഇത് പഴയ സ്ഥാനത്ത് തന്നെ വരാനായിട്ട് നേരെ ഒന്നുകൂടെ ഇങ്ങോട്ട് തിരിച്ച് കഴിയുമ്പോൾ നമുക്ക് പ്ലസ് ആയി കിട്ടിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഈ 4 കോർണറാണ്. ഈ 4 കോർണറിന് നമുക്ക് ബോട്ടത്തിൽ കോർണർ എപ്പോഴും ഈ 4 സ്ഥലത്തും ടോട്ടൽ 8 കോർണറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ബോട്ടത്തിൽ എവിടെയാണോ ഓറഞ്ചുള്ള കോർണർ തപ്പുക. അപ്പം ഇതൊരു ഓറഞ്ചുള്ള കോർണറാണ്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ബ്ലൂ ആണ്. അപ്പം ഈ സൈഡ് വൈറ്റുമാണ്. അപ്പോൾ ഓറഞ്ച് വൈറ്റ് ബ്ലൂ കോർണർ വരുന്നത് ഇവിടെ. ഓറഞ്ച് വൈറ്റ് ബ്ലൂ. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഇത് വരേണ്ടത്. അതിനിപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലൂ കൊണ്ട് ബ്ലൂവിൻ്റെ ആ പോർഷനിൽ തന്നെ വെച്ചിട്ട് നേരെ മുകളിലേക്ക് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിനെ സേഫായിട്ടൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ ഓറഞ്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവെക്കുക. അത് കഴിഞ്ഞിട്ട് തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ബ്ലൂ കറക്റ്റ് പോർഷനിലേക്ക് കിട്ടി. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ അടുത്ത കോർണറിൽ ഒരു ഓറഞ്ച് വരുന്നത് ഓറഞ്ച് ബ്ലൂ ആൻഡ് യെല്ലോ ആണ്. അപ്പോൾ യെല്ലോയുടെ സൈഡ് ഇതാണ്. നമ്മൾ യെല്ലോയുടെ സൈഡിൽ കൊണ്ട് വെച്ചു. ആ ഓറഞ്ചിനെ നമ്മൾ നേരെ മേലോട്ട് കൊണ്ടുപോയി അതിനെ സേഫായിട്ടൊരു സൈഡിലേക്ക് തിരിച്ചു. എന്നിട്ട് റിട്ടേൺ ആയിട്ട് ഈ ഓറഞ്ചിൻ്റെ പ്ലസ് അവിടെ തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ നമുക്ക് 2 കോർണർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഇവിടെയാണ് ഒരു ഓറഞ്ച്, ബോട്ടത്തിലാണ് ഒരു ഓറഞ്ച്. ബോട്ടത്തിൽ ഓറഞ്ച് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഈ ഓറഞ്ച് നമുക്ക് സൈഡിൽ കിട്ടണം. സൈഡിൽ കിട്ടിയാലേ ഉള്ളൂ ഇങ്ങോട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങോട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓറഞ്ച് മുകളിലാണ് വരേണ്ടത്. അപ്പോൾ അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഈ ഓറഞ്ച് സൈഡിലോട്ടാക്കണം. സൈഡിലോട്ടാക്കാൻ എന്ത് ചെയ്യണം? സൈഡിലോട്ടാക്കാനായിട്ട് നേരെ ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞേച്ച് ജസ്റ്റ്
ഇതുണ്ട് ഓറഞ്ച് സൈഡിലായി. പിന്നെ ഈ സൈഡ് നമ്മൾ പ്രീവിയസ് ആയിട്ട് അതുപോലെ തന്നെ കൊണ്ട് വെക്കുക. എന്നിട്ട് ഗ്രീനിൻ്റെ പോർഷനിൽ കൊണ്ട് ഇതാണ് ഇപ്പം ഗ്രീനിൻ്റെ സൈഡിൽ വന്നു നേരെ ഓറഞ്ചിൻ്റെ മേലോട്ട് കൊണ്ടുപോവുക. ട്വിസ്റ്റ് ചെയ്ത് കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഇവിടെയും വന്നു കഴിഞ്ഞാൽ. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ സൈഡ് മാറിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളതിന് വേണ്ടി ഇത് നേരെ താഴോട്ട് കൊണ്ടുവന്നു ആ സൈഡിലേക്ക് മാറ്റി. അത് കഴിഞ്ഞിച്ച് എന്താണ് വേണ്ടത്, ഈ ഓറഞ്ച് നമുക്ക് സൈഡിലാക്കണം. ഓറഞ്ച് സൈഡിലാക്കി ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ടോപ്പ് പോർഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നടുക്കത്തെ പോർഷനാണ്. നടുക്കത്തെ പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്കത്തെ കളറെല്ലാം കൂടെ ഒരുമിച്ചാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെൻറ്ററിലെ ഈ പീസ് ഇങ്ങനെയുള്ള പീസുകൾ നമുക്ക് അറേഞ്ച് ചെയ്യണം. അത് അടുത്ത ട്യൂട്ടോറിയലിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. താങ്ക് യു.